കഥ ശ്രീകൃഷ്ണനെ വധിച്ച ജരൻ. കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞു. ശ്രീകൃഷ്ണൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി. സ്വർഗാരോഹണം കാത്ത് ജരൻ എന്ന വേടബാലൻ തനിക്ക് ഓടക്കുഴൽ സമ്മാനമായി നൽകിയ അതേ ആൽച്ചുവട്ടില് കൃഷ്ണൻ അങ്ങനെ കിടക്കുകയാണ്. കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് ശ്രീകൃഷ്ണൻ കുട്ടിക്കാലം മുതൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്തങ്ങനെ കിടക്കുമ്പോഴാണ് മരച്ചുവട്ടിൽ കിടക്കുന്നത് ഒരു കൃഷ്ണമൃഗമാണെന്ന് കരുതി ജരൻ എന്ന അതേ വേടൻ തന്നെ അമ്പയക്കുന്നത്. ആ അമ്പ് കൃഷ്ണന്റെ കാലടിയിൽ തറഞ്ഞു കയറിയായിരുന്നു ശ്രീകൃഷ്ണന്റെ പ്രാണൻ ദേഹം വെടിഞ്ഞത്. ഭഗവാനായിട്ടും മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടും ശ്രീകൃഷ്ണന്റെ കാൽപാദത്തിൽ അമ്പ് കൊള്ളാനുള്ള കാരണമാണ് ഇന്നെൻ്റെ കഥ. ദുർവാസാവിനെ അറിയാമല്ലോ. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദ്വാരക സന്ദർശിക്കാൻ എത്തി. മൂക്കിൻ്റെ തുമ്പത്താ ചുണ്ടി കൈതമുള്ളു പോലെയാണ് മഹർഷിയുടെ സ്വഭാവം. മേലോട്ടും കീഴോട്ടും ഒഴിയാൻ പറ്റില്ല. ദുർവാസാവിനെ കണ്ടപ്പോൾ തന്നെ പണി പാളുന്ന ലക്ഷണമുണ്ടെന്ന് ശ്രീകൃഷ്ണന് തോന്നി. ഭാര്യ രുക്മിണിയും മഹർഷിയെ കണ്ട് മുള്ളിൻ തുമ്പത്ത് നിൽക്കുകയാണ്. എന്തു പറഞ്ഞാലാണ് മഹർഷിക്ക് ദേഷ്യം വരിക, എന്തു പറഞ്ഞില്ലെങ്കിലാണ് ദേഷ്യം വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ദേഷ്യം വന്നാൽ പിന്നെ തപസ് ചെയ്ത് നേടിയ തൻ്റെ ശക്തി മുഴുവൻ ഒറ്റയടിക്ക് തീർക്കുന്ന മട്ടിലായിരിക്കും ശാപം. ശാപം എന്നൊക്കെ പറഞ്ഞാലോ അത് എത്ര ജന്മത്തേക്കുള്ളതാണെന്ന് പോലും പറയാൻ പറ്റില്ല. ശപിക്കൽ ഒരു വിനോദമാക്കി എടുത്ത മഹർഷിയാണ് ദുർവാസാവ്. ഉള്ളിലുള്ള ഈ ഭയം ഒന്നും പുറത്ത് കാണിക്കാതെ ശ്രീകൃഷ്ണനും ഭാര്യ രുക്മിണിയും ദുർവാസാവിനെ സൽക്കരിച്ചിരുത്തി. നിങ്ങൾ എന്തു ചെയ്താലും ഞങ്ങൾ നിങ്ങളുമായി ഉടക്കും, ഒടുവിൽ ശപിക്കുകയും ചെയ്യും എന്ന മട്ടിലാണ് വന്നപ്പോൾ മുതൽ ഈ മഹർഷിയുടെ മട്ട്. ഒരു കാര്യവുമില്ലാതെ കണ്ണി കണ്ടതെല്ലാം തച്ചു തകർത്ത ശേഷം രുക്മിണിയെ മഹർഷി ഒന്ന് നോക്കും. ഭംഗിയിൽ ഒതുക്കി വെച്ച വിലപിടിപ്പുള്ള സാധനങ്ങൾ ഞാൻ ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ എന്നാണ് ശപിക്കാൻ തിരക്കായി നിൽക്കുന്ന മഹർഷി നോക്കണത്. ചെറിയൊരു നീരസം മുഖത്ത് നിന്ന് കിട്ടിയാൽ മതി ശപിക്കാൻ എന്ന മട്ടിലാണ് മൂപ്പര്. എന്നാൽ എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ മുഷിയില്ല എന്ന മട്ടില് കണ്ണനും രുക്മിണിയും മഹർഷി പറഞ്ഞതൊക്കെ അനുസരിച്ചു കൊണ്ടിരുന്നു. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി മറ്റൊന്ന് പറയും. അത് ചെയ്യുമ്പോൾ മതി, ഇനി അത് നിർത്തൂ, ഇനി വേറൊന്ന് ചെയ്യൂ എന്നാകും ആജ്ഞ. ഇതിനിടയിലാണ് മഹർഷിക്ക് വിശക്കുന്ന പോലെ തോന്നിയത്. വിശപ്പ് മാറുകയും വേണം, ഇവരെ കഷ്ടപ്പെടുത്തുകയും വേണം. അതിനിടയ്ക്ക് തരം കിട്ടിയാൽ ശപിക്കുകയും വേണം എന്ന മട്ടില് ദുർവാസാവ് പറഞ്ഞു, പെട്ടെന്ന് കുറച്ച് പായസം കൊണ്ടുവരൂ, പെട്ടെന്ന് വേണം, വേഗം വേണം. രുക്മിണി പാഞ്ഞലച്ച് അടുക്കളയിൽ ചെന്ന് പായസമൊക്കെ തയ്യാറാക്കി. കൃഷ്ണനും സഹായിച്ചു. പായസം തയ്യാറായെന്നും പറഞ്ഞ് പായസപാത്രവുമായി മഹർഷിക്ക് മുന്നിൽ കിതച്ചു നിന്ന രുക്മിണിയോടും കൃഷ്ണനോടുമായിട്ട് ദുർവാസാവ് പറഞ്ഞു, കൃഷ്ണ, ഈ പായസം സ്വന്തം ദേഹം മുഴുവൻ തേച്ച് പിടിപ്പിച്ചോളൂ, എനിക്ക് വേണ്ട. എന്താ കാര്യം എന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഈ തരം പായസം അല്ലേ മഹർഷി ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? അതും അറിയില്ല. പായസത്തിൽ തേങ്ങാക്കൊത്ത് വറുത്തിട്ടതാകുമോ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്നുമൊക്കെ ഇരുവരും ആലോചിച്ചെങ്കിലും ശാപമായെന്ന് കമാന്നൊരു അക്ഷരം പറയാതെ ശ്രീകൃഷ്ണൻ പായസം ദേഹത്ത് മുഴുവൻ തേച്ചു. നിലത്ത് നിന്നായിരുന്നു പായസം ദേഹത്ത് തേച്ചത്. അതുകൊണ്ട് ഇരു കാൽപാദങ്ങൾക്കും അടിയിൽ മാത്രം പായസം ആയില്ല. ഉടൻ വരുന്നു ദുർവാസാവിന്റെ വക അടുത്ത ആജ്ഞ, ഒരു തേര് കൊണ്ടുവരൂ. കുതിര വേണ്ട. ക്ഷണ നേരത്തിൽ തേരെത്തി. കുതിരയോ എന്ന് സംശയിച്ചു നിന്ന കൃഷ്ണനോടും രുക്മിണിയോടും തേര് വലിക്കാൻ ആജ്ഞാപിച്ച് ചമ്മട്ടിയും പിടിച്ചും മുനി തേരിൽ കയറി. ഇരുവരും തേര് വലിച്ചു തുടങ്ങി. ചമ്മട്ടിക്ക് അടിച്ചിട്ടും മുതുകിൽ ചവിട്ടിയും ദുർവാസാവ് തേരിങ്ങനെ കാട്ടിലേക്ക് തെളിച്ചു. ചുണ്ടിക്കാരൻ മാമുനി എന്തൊക്കെ ചെയ്തിട്ടും കൃഷ്ണനും രുക്മിണിയും മുഖം കറുപ്പിക്കുകയോ മറുത്ത് എന്തെങ്കിലും പറയുകയോ ചെയ്തില്ല. എല്ലാം ചിരിച്ചുകൊണ്ട് അനുസരിക്കുക ചെയ്ത്. മഹർഷി എന്തോ ഉന്നം വെച്ചിട്ടാണ് ഈ വരവെന്ന് ഇരുവർക്ക് അറിയാമായിരുന്നിരിക്കണം. നമ്മളൊന്ന് മനസ്സിൽ കണ്ടാൽ അത് മാനത്ത് കാണുന്ന ബിരുദനല്ലേ നമ്മുടെ കൃഷ്ണൻ. ഒടുവിൽ മഹർഷി തേരൊക്കെ നിർത്തി ഇവരുടെ സൽക്കാരത്തില് സന്തുഷ്ടനായി താഴെ ഇറങ്ങി. ഒന്നുകിൽ ശപിക്കണം, അല്ലെങ്കിൽ ഇവരെ അനുഗ്രഹിക്കണം എന്ന രീതിയിലാണ് ദുർവാസാവ് മഹർഷി. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൃഷ്ണനെ അനുഗ്രഹിച്ചു. പായസമായ ശരീരഭാഗങ്ങളിൽ എവിടെയും കൃഷ്ണ നിനക്ക് അസ്ത്രമേൽക്കുകയില്ല. മരച്ചുവട്ടിൽ കിടക്കുന്നത് കൃഷ്ണമൃഗമാണെന്ന് കരുതി ജരൻ അമ്പ അയച്ച സമയത്ത്
വാരിത്തേച്ചപ്പോ പായസം പുരളാതിരുന്ന കാൽപാദത്തിനടിയിൽ തന്നെ കൃഷ്ണന് അസ്ത്രമേൽക്കാനുള്ള കാരണം അതാണത്രേ.